ഇത് ആനന്ദേട്ടൻ തുടങ്ങുന്ന കമ്പനിയാണോന്ന്. പ്രിയങ്ക പറയുന്നത് പോലെ സംശയത്തിൽ നിന്നാ സത്യങ്ങൾ കണ്ടെത്തുന്നത്. നിന്റെ സംശയത്തിലും കാര്യമില്ലാതില്ല. ആന്റി, ക്യാഷിന്റെ കാര്യത്തിലാണെങ്കിലും കല്യാണിയുടെ അക്കൗണ്ടിൽ കോടികളുണ്ടെന്ന് അന്ന് തെളിയിച്ചതല്ലേ? ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇപ്പോഴാ അതിനെക്കുറിച്ച് ആലോചിച്ചത്. നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആന്റിക്ക് അറിയില്ലെങ്കിലും അത് മണത്തറിയുന്ന ഒരാളുണ്ട്, പ്രിയങ്ക. ആന്റി പ്രിയങ്കയൊന്ന് വിളിച്ചു നോക്കിയേ. പ്രിയങ്ക വിളിക്കുന്നില്ല. പ്രിയങ്ക എനിക്ക് നേരിട്ടൊന്ന് കാണണം. ഈ ലഡു നീ എനിക്ക് കൊണ്ടുവന്നതാന്നല്ലേ പറഞ്ഞത്? നല്ല ടേസ്റ്റ്, അതുകൊണ്ടാ. താങ്ക്സ് ആന്റി. ഏതായാലും സുബണ്ണ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. എന്താ അഭിനയം, അല്ല എന്താ ടൈമിങ്. സത്യം സുബണ്ണ, ബ്രോയ്ക്ക് ഈ ഒറ്റ കാര്യത്തിലെ നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ ഉച്ചവരെങ്ങി ഉച്ചവരെ. ശരി ശരി ശരി. അപ്പൊ രാവിലെ കമ്പനി വെച്ച് കാണാം. ഓക്കെ ശരി ശരി. സുബണ്ണനെ മനസ്സിലായി. അഖിലാന്റി കമ്പനി ഉദ്ഘാടനം ചെയ്യാന്ന് സമ്മതിച്ചതേ ആനന്ദ് തുടങ്ങാൻ പോകുന്ന കമ്പനിയാണെന്ന് അറിയാതെയാണെന്ന കാര്യം മറക്കരുത്. അതറിഞ്ഞ ഏത് നിമിഷം ആന്റി പിന്മാറും. അതെ, അത് ശരിയാ. അമ്മ അറിഞ്ഞ അതൊന്ന് പിന്മാറുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പക്ഷെ നമ്മൾ 5 പേർക്കെല്ലാം മറ്റാർക്കും ഈ കാര്യം അറിയില്ലല്ലോ. നമ്മൾ 5 പേരും ഒരു കാരണവശാലും ആരോടും പറയാനും പോകുന്നില്ല. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? സന്തോഷം കൊണ്ട് അരവിന്ദിന്റെ കണക്കുകൾ വരെ തെറ്റുന്നു. അനിയൻ കുട്ടനെ മാറ്റി നിർത്തി കഴിഞ്ഞ അങ്കിൾ അടക്കം നമ്മൾ 6 പേർക്ക് അറിയാം. അത് ശരിയാണല്ലോ. അതൊന്നുമല്ല അരവിന്ദ് ഇവിടെ പ്രശ്നം. വിലാസിനെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടോന്നാ എനിക്ക് സംശയം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം? പ്രത്യേകിച്ച് അഖിലാന്റിയുടെ ഗുഡ് ലിസ്റ്റില്ല ഇപ്പോഴും വിലാസിനി ആന്റി. ഞാനൊരു കാര്യം പറഞ്ഞ അരവിന്ദൻ എന്നോടൊന്നും തോന്നരുത്. എടി നന്മയല്ല നിന്റെ നാവൊന്നും വരില്ലെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നാളത്തെ ഉദ്ഘാടനത്തിന് കല്യാണിയുടെ പ്രസൻസ് ഉണ്ടാവരുത്. കല്യാണിയുടെ പ്രസൻസ് ഇല്ലാതെ അവളെ അവിടെ കണ്ട ആന്റിയുടെ മനസ്സിൽ സംശയം ഉണ്ടാവും. സംശയം മാത്രമല്ല, ചിലപ്പോ ഉദ്ഘാടനം തന്നെ നടന്നു വരില്ല. നാളെ ഉദ്ഘാടനത്തിന് എത്തിയില്ലെങ്കിൽ ബ്രോ കമ്പനി തുടങ്ങും തോന്നുന്നുണ്ടെന്ന് എനിക്ക്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കല്യാണി ആ ചടങ്ങിൽ ഉണ്ടാവരുതെന്ന്. അല്ല, കല്യാണി വരരുതെന്ന് പറഞ്ഞ ബ്രോ അതിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതുമില്ല. കല്യാണി വരാതിരിക്കും, ആ മനസ്സെനിക്കറിയാം. ഞാൻ തന്നെ പറഞ്ഞ കല്യാണി ഒഴിവാക്കാം. എന്താ പോരെ? മതി. അങ്ങനെയാണെങ്കിൽ കല്യാണിയുടെ ആബ്സെൻസിൽ നാളെ AK ഹെർബൽ ബ്യൂട്ടി പ്രോഡക്ട്സ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയായ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി ഉദ്ഘാടനം ചെയ്യുന്നു. ഇനി നമുക്ക് അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അത്യാവശ്യ സ്റ്റാഫുകൾ മതിയെന്നാണ് അഖിലാന്റി പറഞ്ഞത്. ഞാൻ ചെയ്തോളാം. ഓ
പൊട്ടിയാണെങ്കിലും ആ ജയന്തി പറഞ്ഞതാ ശരി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ കൊണ്ടുതന്നെ ആ കമ്പനി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടായിരിക്കും. എന്നുവെച്ചാ അത് ആനന്ദ് തുടങ്ങാൻ പോകുന്ന കമ്പനിയാണെന്നാണോ പ്രിയങ്ക പറഞ്ഞു വരുന്നത്? വെറും പറച്ചിലല്ല, അടിവരയിട്ട് പറയുക. ആ കമ്പനി ആനന്ദിന് വേണ്ടിയുള്ളത് തന്നെ ആയിരിക്കണം. ഇതുവരെ ഇല്ലാത്ത സുബ്രുവിന്റെ ഒരു പുതിയ കസിൻ ദുബായിൽ നിന്നും കമ്പനി തുടങ്ങാൻ അവതരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാ അത് വിശ്വസിക്കാൻ തക്ക മണ്ടത്തരം ഉണ്ടോ വിലാസിനി ആന്റിക്ക്? ജയന്തി പറഞ്ഞപ്പോഴാ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയത്. ഇപ്പോ നിങ്ങളും കൂടി പറഞ്ഞപ്പോ ഞാനത് ഉറപ്പിച്ചു. ഇത് ആനന്ദിന് തുടങ്ങുന്ന കമ്പനി തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിന് മുതൽ മുടക്ക് വേണ്ടേ? അതാര് കൊടുത്തു? ശിവരാമേട്ടനും അരവിന്ദും കൂടെ ഇല്ലേ? അതും അല്ലെങ്കിൽ കല്യാണിയുടെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരിക്കുമല്ലോ കോടികള്. ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നതിന് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊടുത്ത ശമ്പളം. ഈ കഷ്ടപ്പാടിനിടയില് ആനന്ദ് അഭിമാനം മറന്ന ആ പണം ഉപയോഗിക്കും. നിങ്ങൾ നോക്കിക്കും. അതിന്റെ ഒന്നും നയാ പൈസ എടുക്കില്ല ആനന്ദ്. കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്നൊരു പഴമൊഴിയുണ്ട്. വിലാസിനി ആന്റി തൃച്ചംബരത്തുണ്ടായിട്ടും ആനന്ദിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ആനന്ദ് തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മകനാ. അവൻ ഇനി തെരുവിലിറങ്ങി ഭിക്ഷ എടുക്കേണ്ടി വന്നാലും തൃച്ചംബരത്തുനിന്ന് ഒരു സഹായവും സ്വീകരിക്കില്ല. കമ്പനി തുടങ്ങാൻ പോകുന്നത് ആനന്ദിന് വേണ്ടിയെന്നാണല്ലോ കുറച്ചു മുമ്പേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കിട്ടി ഈ പണം ആനന്ദിന്? ആന്റി പറഞ്ഞതനുസരിച്ച് നാളെ കമ്പനിയുടെ ഉദ്ഘാടനം. അങ്ങനെയാണെങ്കിൽ ആനന്ദിന് കമ്പനി തുടങ്ങാനുള്ള മൂലധനം എവിടുന്ന് കിട്ടി എന്നുള്ള അന്വേഷണത്തിലേക്കല്ല പോകേണ്ടത്. പിന്നെ ആന്റി ആ പേഴ്സ് ഇങ്ങോട്ട് എടുത്ത്. ദാ ഇത് ഹെഡ്. ആന്റി പറയും ടെയിലോ ഹെഡോ? ടെയിൽ. നീ തുറക്ക്. ആന്റി പൊയ്ക്കോ, രാത്രിയായില്ലേ? പൊയ്ക്കോ. ഹലോ, വല്യുഞ്ഞേ, ദാ ചായ. സമയം ഒത്തിരിയായി കേട്ടോ. ദേ, ഈ സമയത്ത് ചായ കുടിച്ച ഉറക്കം വരില്ല കേട്ടോ. നാളെ കമ്പനിയുടെ ഉദ്ഘാടന, അത് മറക്കണ്ട. ഇത് കമ്പനി രജിസ്ട്രേഷന്റെ പേപ്പറാ കല്യാണി. ഇതുപോലുള്ള കുറെ അർജന്റ് ജോലി ചെയ്തിട്ട് ഇന്ന് ഉറങ്ങാൻ പറ്റും. അല്ലെങ്കിലും ഇന്ന് എന്റെ വലിയുഞ്ഞിന് പെട്ടെന്നൊന്നും ഉറക്കം വരില്ലെന്നൊക്കെ എനിക്കറിയാം. എന്താ കല്യാണി, നാളെ പുതിയ കമ്പനി തുടങ്ങുന്നതിന്റെ ടെൻഷൻ കൊണ്ട് ഉറക്കം വരില്ലെന്നാണോ? 17 കമ്പനി നടത്തിയ വലിയുഞ്ഞിന് ഒരു കൊച്ചു കമ്പനി തുടങ്ങുമ്പോ എന്ത് ടെൻഷൻ വരാനാ? ടെൻഷൻ കൊണ്ട് ഉറക്കം വരില്ലെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, സന്തോഷം കൊണ്ട് ഉറക്കം വരില്ലെന്നാ. ഇത് കമ്പനി തുടങ്ങുന്നതിന്റെ സന്തോഷമൊന്നും അല്ല, അഖില മാഡം കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ സന്തോഷ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? നീ പറഞ്ഞിട്ടുള്ളത് എന്താ കല്യാണി അസത്യമായിട്ടുള്ളത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മ വന്ന് നമ്മുടെ പുതിയ കമ്പനിയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്ന് പറഞ്ഞ അതൊരു ചെറിയ കാര്യമാണോ?
ആ കയ്യ് ഇതുപോലൊന്നും അല്ല, അത് നല്ല രാശിയുള്ള കയ്യാ. ഏ? ഏയ് ഞാനൊരു തമാശ പറഞ്ഞല്ലേ എന്റെ കെട്ടിയോളെ. ഈ കൈക്ക് ഐശ്വര്യമില്ലെന്ന് ഞാൻ പറയില്ല. ഈ കൈക്ക് ഐശ്വര്യം ഇല്ലെന്നേ ഈ ലോകത്ത് ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഐശ്വര്യം ഇല്ലായിരുന്നെങ്കിലേ ദാ എനിക്ക് താലിമാല കിട്ടുവോ, വല്യോഞ്ഞിനെ കിട്ടുവോ? അത്ര വലിയ ഭാഗ്യമാണോ എന്നെ കിട്ടിയത്? പിന്നെ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ ഒരാളെ ഇങ്ങനെ കയ്യിൽ കിട്ടാന്ന് വെച്ചാ ഭാഗ്യല്ലേ വലിയുഞ്ഞെ? ദേ ഇപ്പൊ നിന്റെ ആ സൂര്യനില്ല, ഇപ്പൊ ചന്ദ്രനാ വിടർന്നു നിൽക്കുന്നത്. പൗർണമി ചന്ദ്രൻ. എന്നാ പിന്നെ ഫയൽ നോട്ടൊക്കെ നാളെ ആക്കാം അല്ലേ? വണ്ടി പോട്ടെ. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരെങ്കിലും വന്ന് ചോദിച്ചാ ഡെക്കറേഷൻ ആണെന്നങ്ങ് പറയണം. സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുമ്പോൾ സർക്യൂട്ട് ഷോർട്ടായി കത്തിക്കരിയണം. സൂക്ഷിച്ചു വേണം, കണ്ടുപിടിച്ചറിയാലോ. ഇതൊന്ന് കത്തി അമർന്ന നാളെ രാവിലെ 10 മണിക്ക് സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ്. പിന്നെ ജീവിതം മാറുക. ഇപ്പൊ അത് മാത്രം മതി നമ്മുടെ മുന്നില്. ശരി, വാ ലൈൻ കണക്ട് ചെയ്യാം. കല്യാണി, അതവിടെ വെക്കണ്ട, അങ്ങോട്ട് വെച്ചോ. ഇതാ ഇങ്ങോട്ടാ. നീ ഇതെവിടെയായിരുന്നു? ഇതാ പിടിക്കും. അരവിന്ദ്, ഒരു മിനിറ്റ്. വാ വാ വാ. അതെ, കല്യാണി ഇവിടെ നിൽക്കുന്നത് ആന്റിക്ക് സംശയം ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ ഇന്ന് ഈ ഉദ്ഘാടനം നടക്കില്ല. നന്ദന, ഞാൻ ഈ കാര്യം ഇന്നലെ ബ്രോയോട് പറഞ്ഞതാ.
തന്റെ ഭാര്യയില്ലാതെ എന്ത് കമ്പനി ഉദ്ഘാടനം എന്നാണ് ബ്രോയിനോട് ഇവിടെ ചോദിച്ചത്. ഞാനെന്ത് മറുപടി പറയാ? ബ്രോ ചോദിച്ച ന്യായമല്ലേ? ന്യായവും അന്യായവും അല്ല ഇവിടുത്തെ പ്രശ്നം. സുപ്രുവിന്റെ കസിൻ തുടങ്ങുന്ന കമ്പനിയുടെ ഉദ്ഘാടനത്തിന് കല്യാണിയുടെ പ്രസൻസ് എന്തിനെന്ന് ആന്റി ചോദിച്ചാ എന്തു പറയും? ബി പ്രാക്ടിക്കൽ മാൻ. അതുകൊണ്ട് തൽക്കാലം ഉദ്ഘാടനം കഴിയുന്നത് വരെയെങ്കിലും കല്യാണി ഒന്ന് മാറി നിൽക്കുന്നതാ നല്ലതെന്ന എന്റെ അഭിപ്രായം. അത് നടക്കില്ല നന്ദന. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നീ കല്യാണം എടുത്തേക്കുന്നേ, ഞാൻ വണ്ടി എടുത്ത് മാറ്റാം. സുബണ, ഞാൻ വണ്ടി മാറ്റിട്ടു. ഹായ്, എല്ലാം റെഡിയല്ലേ ആനന്ദ്? ആ റെഡിയാണ്. സോറി, കുറച്ച് ലേറ്റായി. അതെ, സമയാവുന്നല്ലോ. അവരെന്താ വരാത്ത? വരും. അതല്ല, എനിക്ക് കമ്പനി ബ്രോയുടെ വല്ലതാണെന്ന് നമുക്ക് മനസ്സിലായി. അതൊന്നും അറിയാൻ പോകുന്നില്ല. സർ, ഇനി 10 മിനിറ്റും കൂടെ ഉള്ളൂ. കൃത്യസമയത്ത് തന്നെ ഉദ്ഘാടനം നടക്കും. അതെ, അങ്ങനെ ശ്രുതി, നമുക്ക് മാറാം. ഇളയമാരെങ്കിട്ട് വിളിച്ച വന്നോട്ടെ അരവിന്ദ്, നമുക്കെന്താ? സുപ്രു പ്രത്യേകം ക്ഷണിച്ചതാ, പക്ഷെ വരാൻ വേണ്ടിയായിരുന്നില്ല. വെൽക്കം ആന്റി. വെൽക്കം അങ്കിൾ. താങ്ക്സ്. വൈകില്ലല്ലോ സുബ്രു? ഇല്ലെങ്കിലേ കറക്റ്റ് സമയം. ആന്റി, ആദ്യം നാടൻ മുറിക്കണം, പിന്നെ തിരി തെളിക്കൽ, അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ഓൺ കർമ്മം കൂടി. ആ, ഇത് കമ്പനിയുടെ മാനേജർ അലൻ മാത്യു. ഹായ് മാഡം. ഹലോ. സ്റ്റാഫുകളെ കുറച്ചുപേരെ മാത്രമേ അറിയിച്ചിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ പ്രവർത്തനം തുടങ്ങുന്ന മുറയ്ക്ക് വരുത്താന്ന് കരുതി. എന്നാ പിന്നെ സമയം തെറ്റിക്കണ്ടേ? ഉദ്ഘാടന കർമ്മം നടത്താല്ലേ? അതെ.